ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പ്യാസ നവോണ എന്ന എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ റോമൻ ചക്രവർത്തി നിർമ്മിച്ച ഈ സ്റ്റേഡിയത്തിൽ 20,000 ആൾക്കാരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ ഉള്ള ശേഷി ഉണ്ടായിരുന്നു. ഏത് ആംഗിളിൽ ഇരുന്നാലും ഒരേപോലെ മത്സരം കാണുവാൻ സാധിക്കുന്ന രീതിയിൽ ആയിരുന്നു ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ പ്യാസ നവോണയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ജാൻ ലോറൻസോ ബെർണീനിയുടെ ഫൊന്താന ദെ ക്വാത്രഫൂമി എന്ന ഈ ഫൗണ്ടെയിനാണ്. 1648 ഈ ഫൗണ്ടെയിൻ്റെ പണി തുടങ്ങിയത്. എത്ര മനോഹരമായിട്ടാണല്ലേ അക്കാലത്ത് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നസെൻ്റ് 10 മാർപ്പാപ്പയുടെ കാലത്ത് ക്രിസ്തുമതം പ്രചരിച്ചിരുന്ന 4 ഭൂഖണ്ഡങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ ഫൗണ്ടെയിൻ. അതിൽ ഉള്ള 4 സ്റ്റാച്യൂസ് 4 ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്നു. ഇന്ത്യ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽപ്പെട്ടതുകൊണ്ട് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഈ സ്റ്റാച്യു ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ സ്റ്റാച്യുവിൻ്റെ കീഴെ ഒഴുകി വരുന്ന ജലം ഗംഗാ നദിയെയാണ് അവർ സൂചിപ്പിക്കുന്നത്. ഗംഗാ നദി ആഴം കുറഞ്ഞതും സുന്ദരവുമായതിനാൽ അതിലൂടെ തുഴഞ്ഞു നീങ്ങാം എന്നത് ഉദ്ദേശിച്ചിട്ടാണ് ഈ സ്റ്റാച്യുവിൻ്റെ കയ്യിൽ അവർ തുഴ കൊടുത്തിരിക്കുന്നത്. ഗംഗാ നദി കൂടാതെയുള്ള മറ്റു നദികൾ ആഫ്രിക്കയുടെ നൈൽ നദി, അമേരിക്കയുടെ റിയോ ദി പ്ലാത്ത, യൂറോപ്പിൻ്റെ ദാനൂബിയോ എന്ന നദികളാണ്. ഈ ഭാഗത്തുള്ള സ്റ്റാച്യുകളിൽ വലതുഭാഗത്തുള്ള സ്റ്റാച്യു യൂറോപ്പിനെയും ഇടതുഭാഗത്തുള്ള സ്റ്റാച്യു അമേരിക്കയെയും പ്രതിനിധാനം ചെയ്യുന്നു. തേരോട്ടവും കുതിരപ്പന്തയവും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഇഷ്ടവിനോദം ആയിരുന്നതിനാൽ ഒരു കുതിരയെ അവിടെ കാണാൻ സാധിക്കും. യൂറോപ്പിനെ സൂചിപ്പിക്കുന്ന സ്റ്റാച്യു വത്തിക്കാൻ്റെ സ്ഥാനചിഹ്നത്തെ തൊട്ടിരിക്കുന്നു. അമേരിക്കയുടെ സ്റ്റാച്യു ഒരു വെള്ളി നാണയത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ആ സ്റ്റാച്യുവിൻ്റെ മുകളിലായി ഒരു ചെറിയൊരു പാമ്പിനെയും കാണാം. അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണെന്നാണല്ലോ പറയപ്പെടുന്നത്. സമ്പത്ത് മനസ്സമാധാനം കളയും എന്ന് സൂചിപ്പിക്കുന്നതിനാണ് അമേരിക്കയുടെ സ്റ്റാച്യുവിൻ്റെ മുകളിൽ പാമ്പിനെ കാണിച്ചിരിക്കുന്നത്. തലയിലൂടെ തുണിയിട്ട് മുഖം മറിച്ചിരിക്കുന്ന ഈ സ്റ്റാച്യു ആഫ്രിക്കയെ സൂചിപ്പിക്കുന്നു. പണ്ട് നൈൽ നദിയുടെ ഉത്ഭവം ആർക്കും തന്നെ അറിയില്ലായിരുന്നു. അതുകൊണ്ട് നൈൽ നദി നാണിച്ച് മുഖം മറിച്ചിരിക്കുന്നു. ഈ കാണുന്ന സിംഹത്തെ ആഫ്രിക്കയുടെയും ഇന്ത്യയുടെയും വൈൽഡ് ലൈഫിനെ സൂചിപ്പിക്കുന്നു. ഈ കാണുന്ന ഫൗണ്ടെയിൻ പ്യാസ നവോണയുടെ സൗത്ത് സൈഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ കാണുന്ന സ്റ്റാച്യുകൾ ബെർണീനി സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച സ്റ്റാച്യുകളുടെ മോഡലുകളാണ്. ഇതിൻ്റെ ഒറിജിനൽ മ്യൂസിയത്തിലാണ് ഉള്ളത്. ഇത് നോർത്ത് ഭാഗത്തുള്ള ഫൗണ്ടെയിനാണ്. ജാക്കും ബെല്ല പോർത്തയുമാണ് ഈ സ്റ്റാച്യുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മധ്യഭാഗത്തുള്ള സ്റ്റാച്യു നെപ്റ്റ്യൂൺ നീരാളിയുമായി യുദ്ധം ചെയ്യുന്നതാണ്. ഇതും ഒറിജിനൽ അല്ല. ഇതിൻ്റെ ഒറിജിനൽ ലണ്ടനിലെ മ്യൂസിയത്തിലാണ്. ഈ പ്യാസയിൽ ഫൗണ്ടെയിനുകൾ മാത്രമല്ല, ഒരുപാട് ആകർഷകമായ കാഴ്ചകൾ ഇവിടെയുണ്ട്. ഒപ്പം വിശുദ്ധ ആഗ്നസിൻ്റെ പള്ളിയും ഇവിടെയുണ്ട്. ഇവിടുത്തെ മനോഹരമായ മറ്റു കാഴ്ചകളും വിശുദ്ധ ആഗ്നസിൻ്റെ പള്ളിയും അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായും ലൈക്കായും രേഖപ്പെടുത്തുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു തെറ്റ് പറഞ്ഞിരുന്നു.
എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അത് തിരുത്തി തന്നു. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. വേറൊന്നുമല്ല, ഇവിടുത്തെ നിരത്തുകൾ ചെറിയ ചെറിയ കരിങ്കൽ പീസുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അഗ്നിപർവ്വതം പൊട്ടിയൊലിച്ചു വരുന്ന ലാവ ഉറച്ച ശിലകളെ കട്ട് ചെയ്ത് എടുത്താണ് അക്കാലത്ത് നിരത്തുകൾ നിർമ്മിച്ചിരുന്നത്.